എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പമുള്ള ഒരു ചിക്കൻ സൂപ്പാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മല്ലിയില, പുതിനയുടെ ഇല എടുക്കാം, അല്ലെങ്കിൽ തുളസി ഇല, എന്ത് വേണമെങ്കിലും ഇല നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ചിക്കൻ്റെ 2 പീസ് എല്ലില്ലാത്തത് നോക്കിയെടുത്ത് അത് വളരെ ചെറുതായിട്ട് മിൻസ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ്, ബീൻസ്, സവോള. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. നിങ്ങൾക്ക് ഗ്രീൻ പീസോ എന്താണോ കയ്യിലുള്ളത് അങ്ങനത്തെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ക്യാബേജ് യൂസ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് നാരങ്ങയാണ്. പിന്നെ എരിവിന് പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. പിന്നെ ഉപ്പാണ് വേണ്ടത്. മല്ലിയില ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരെണ്ണം, ബീൻസ് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. സവാള ഒരു പകുതി എടുത്തിട്ടുണ്ട്. റാഗിയുടെ പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് തിക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്റ്റോക്ക് വാട്ടർ, വെജിറ്റബിൾസ് എല്ലാം വെന്ത വെള്ളം യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ അത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ എപ്പോഴും മടിയുള്ളൊരു കാര്യം നമ്മൾ സ്റ്റോക്ക് വാട്ടർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണത്. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിൽ ഓയിൽ ആഡ് ചെയ്യുക. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ഒരു 10 ml ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് വേണമെങ്കിൽ അതിൽ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചൂടായി വരട്ടെ. അതിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് വെജിറ്റബിൾസ് ചൂടാകാൻ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, സവാളയാണ് ഇടുന്നത്. ക്യാബേജ് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ അതിൽ ഇടാവുന്നതാണ്. ഒപ്പം തന്നെ ഞാൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കനും ചെറുതായിട്ടൊന്ന് ആ എണ്ണക്കിടന്നൊന്ന് മൊരിയണം. കാരണം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സ്റ്റോക്ക് വാട്ടറോ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മളപ്പം തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാവുന്നു. അതിൻ്റെ അകത്തോട്ട് ചിക്കനും നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് പെപ്പർ പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അതിൽ തന്നെ കിടന്നിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട്. അതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വേകണം. ചിക്കൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന രീതിയിൽ. പിന്നെ അത് വേകാനും സമയം വേണമല്ലോ. നമ്മൾ ഓൾറെഡി വെന്ത ചിക്കനൊന്നുമല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അത് വേകാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം അത് നന്നായിട്ട് തിളയ്ക്കണം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് നേരം അത് വെക്കുന്നു. എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പെപ്പർ പൗഡർ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് അത്യാവശ്യം എല്ലാം വെന്തു എന്ന് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കാരണം മല്ലിയിലയൊന്നും ആദ്യം തൊട്ടേ കിടന്ന് വേകേണ്ട ആവശ്യമില്ല. അവസാനം ഇട്ടാൽ മതി. അതൊക്കെ പെട്ടെന്ന് വേകുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ സത്തും ഇറങ്ങിക്കോളും. അവസാനമായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾക്ക് റാഗി നമ്മൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഒരു 1/2 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ സൂപ്പ് ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് നമ്മൾക്ക് നാരങ്ങ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ സൂപ്പാണിത്. ഇത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും എടുക്കുക. നിങ്ങൾ ഡിന്നർ സാധാരണ കഴിക്കുന്ന ചോറും ചപ്പാത്തിയും മാറ്റിയിട്ട് ഈ സൂപ്പ് ഒന്ന് ആക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാസത്തിൽ ഒരു 5 കിലോ വരെയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇനി വെയിറ്റ് ലോസ് അല്ലെങ്കിൽ പോലും നിങ്ങൾ വിൻ്റർ സമയത്ത് നിങ്ങൾക്ക് സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്